പ്രവാചകന്റെ വാക്ക് കള്ളമാകില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഒരിക്കലും കള്ളമാകില്ല. ആരാണോ മന തകബ്ബറ വലാഹുല്ലാ, അല്ലാഹുവേ അഹങ്കരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ചവനെ അല്ലാഹു വലിച്ച് താഴെയിടുകയാണ്. ഇന്നത്തെ ഭരണാധികാരികൾ, ഏകാധിപതികള് എന്റെ കയ്യിലാണ് സർവ്വതുമെന്ന് പറഞ്ഞിട്ട് സ്വതാ അഹങ്കരിക്കുന്ന ഭരണാധികാരികൾ, അവർക്കൊരു പാഠമുണ്ട്, അവർ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന്റെ ചരിത്രമൊന്ന് ചിന്തിച്ച് നോക്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു പോകണ്ട, 1400 വർഷങ്ങൾക്ക് മുമ്പൊന്നും കടന്നു പോകണ്ട. പടച്ചവനെ, ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി സർവ്വതും തന്റെ കാൽ കീഴിലാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നവന് അവസാനമല്ല, നാണം കെട്ട് സ്വന്തം രാജ്യത്തിന്റെ മുന്നിലല്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുന്നിൽ മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ തലതാട്ടിയിട്ട് നാണം കെട്ടവനെ പോലെ വൈറ്റ് ഹൗസിനകത്ത് നിന്ന് പടിയിറങ്ങി പോകേണ്ട ഗതി വന്നെങ്കിൽ അള്ളയല്ലേ പറഞ്ഞത്, അള്ളയല്ലേ പറഞ്ഞത്, മൻ തകബ്ബറ വലാഹുല്ലാ, അഹങ്കരിക്കുന്നവനെ തകർത്തു കളയുമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികൾ സർവ്വതും ഞങ്ങളുടെ കയ്യിലാണ്, എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പറഞ്ഞ് പണത്തിന്റെയും അധികാരത്തിന്റെയും ആൾബലത്തിന്റെയും പവർ കാണിക്കുമ്പോ ഇത് മുഴുവനും തകർത്ത് കളയുന്ന ഒരു റബ്ബുണ്ട്. എന്നും എന്നും ഒരുപോലെയാകണമെന്നില്ല, ഒരു ദിവസമല്ല തകരുമല്ലോ, ഒരു ദിവസം സർവ്വതും അല്ലാഹു തകർക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഉറക്കം പറഞ്ഞ നിർത്താറായ ചായ ഇല്ലേ പനാസറിന് ഓരോ ഗ്ലാസ് കൊടുക്കുക പാവങ്ങൾക്ക്. ഉറക്കം വരുന്നു തോന്നുന്നു, മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് 2 ആഴ്ചയായിട്ട് ക്ലാസ് ഇല്ലാത്തത് കാരണമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്കൊരു ഉപദേശം തന്നാലും, എനിക്കൊരു ഉപദേശം നൽകാലോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിക്ക് കൊടുത്തത്, അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അഹങ്കാരികളെ പോലെ നിങ്ങൾ ജീവിക്കരുത്, ധിക്കാരികളെ പോലെ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് നിങ്ങൾ നടക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ ഭൂമി വിഴുങ്ങിക്കളഞ്ഞ ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞിട്ട് തന്റെ മുന്നിൽ പേടിച്ച് വിറച്ചിരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, അഹങ്കരിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. അഹങ്കാരം കാണിച്ച ദുനിയാവും ആഖിറവും നഷ്ടമാ, ഈ ദുനിയാവും നഷ്ടപ്പെട്ടു പോകും, ഈ ദുനിയാവിൽ നീ പരാജയപ്പെട്ടു പോകും, അതുപോലെ ആഖിറത്തിലും നീ നിന്നനായി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ച ഒരുത്തനും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. ലോക ചരിത്രത്തിലെ എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, എത്ര വലിയവനാണെങ്കിലും അല്ലാഹു അവനെ തരം താഴ്ത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മൻ തകബ്ബറ വലാഹുല്ലാ, മൻ തവാല റഫഅഹുല്ലാ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ആരാണോ അഹങ്കരിക്കുന്നത് അവൻ എത്ര വലിയ ഉയരങ്ങളിലെത്തിയാലും അല്ലാഹു അവനെ താഴ്ത്തിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വാക്ക് കള്ളമാകില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഒരിക്കലും കള്ളമാകില്ല. ആരാണോ മന തകബ്ബറ വലാഹുല്ലാ, അല്ലാഹുവേ അഹങ്കരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ചവനെ അല്ലാഹു വലിച്ച് താഴെയിടുകയാണ്. ഇന്നത്തെ ഭരണാധികാരികൾ, ഏകാധിപതികള് എന്റെ കയ്യിലാണ് സർവ്വതുമെന്ന് പറഞ്ഞിട്ട് സ്വതാ അഹങ്കരിക്കുന്ന ഭരണാധികാരികൾ, അവർക്കൊരു പാഠമുണ്ട്, അവർ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിന്റെ ചരിത്രമൊന്ന് ചിന്തിച്ച് നോക്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു പോകണ്ട, 1400
1400 വർഷങ്ങൾക്ക് മുമ്പൊന്നും കടന്നു പോകണ്ട. പടച്ചവനെ, ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി സർവ്വതും തന്റെ കാൽ കീഴിലാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നവന് അവസാനമല്ല നാണം കെട്ട് സ്വന്തം രാജ്യത്തിന്റെ മുന്നിലല്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുന്നിൽ മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ തലതാട്ടിയിട്ട് നാണം കെട്ടവനെ പോലെ വൈറ്റ് ഹൗസിനകത്ത് നിന്ന് പടിയിറങ്ങി പോകേണ്ട ഗതി വന്നെങ്കിൽ അള്ളയല്ലേ പറഞ്ഞത്, അള്ളയല്ലേ പറഞ്ഞത്, മൻ തകബ്ബറ അഹങ്കരിക്കുന്നവനെ തകർത്തു കളയുമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികൾ സർവ്വതും ഞങ്ങളുടെ കയ്യിലാണ്, എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പറഞ്ഞ് പണത്തിന്റെയും അധികാരത്തിന്റെയും ആൾബലത്തിന്റെയും പവർ കാണിക്കുമ്പോ ഇത് മുഴുവനും തകർത്ത് കളയുന്ന ഒരു റബ്ബുണ്ട്. എന്നും എന്നും ഒരുപോലെയാകണമെന്നില്ല. ഒരു ദിവസമല്ല തകരുമല്ലോ, ഒരു ദിവസം സർവ്വതും അല്ലാഹു തകർക്കുമല്ലോ. ഒന്നുമില്ലാതെ നാണം കെട്ടവരെ പോലെ ലോകത്തിന്റെ മുന്നിൽ തലതാഴ്ത്തി യാത്രയായ ട്രംപിനെ പോലെ അഹങ്കാരികൾക്കൊരവസാനമുണ്ട്, അഹങ്കാരികൾക്കൊരവസാനമുണ്ട്, ഏകാധിപതികൾക്കൊരവസാനമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ റഫഅ, അവിടെ നിന്ന് പറഞ്ഞല്ലോ, മൻ തവാളഅ റഫഅഹുല്ലാഹ്. ആര് താഴ്മ കാണിക്കുന്നുണ്ടോ, ആര് വിനയം കാണിക്കുന്നുണ്ടോ, അവൻ എത്ര താഴ്ന്നവനാണെങ്കിലും അല്ലാഹു അവനെ ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര താഴ്ന്നവനാകട്ടെ, താഴ്ന്ന ജാതിക്കാരനാകട്ടെ, പണമില്ലാത്തവനാകട്ടെ, എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവൻ വിനയമുള്ളവനാണോ, അവന് വിനയമുള്ളവനാണോ? അല്ലാഹുവേ, 1400 വർഷങ്ങൾക്ക് മുമ്പും നമുക്ക് കടന്നു പോകണ്ടല്ലോ. ഇന്നും അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോ കൊച്ചുകുട്ടികൾ പോലും എനിക്ക് അബ്ദുൽ കലാമിനെ പോലെയാകണമെന്ന് പറയുന്ന കാലമാ. പടച്ചവനെ, താഴ്മയുടെ ജീവിതം നയിച്ചവനാട് ഇതുപോലെയാണ് ചിലർ ജീവിച്ചിരുന്നത്. വളരെ താഴ്മയോടുകൂടി ജീവിച്ചപ്പോ അവര് മരിച്ചു മണ്ണിനോട് അലിഞ്ഞു പോയാൽ അവരെ മനുഷ്യരും മറന്നു പോകുന്നില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, വേണ്ട മോനെ, അഹങ്കരിക്കല്ലേ, അഹങ്കാരം കാണിക്കല്ലേ. അഹങ്കാരം കാണിച്ചാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ, നിന്റെ ദുനിയാവും ആഖിറവും നിന്യമാ. അല്ലാഹു നിന്നെ നിന്യനാക്കുകയാ, അല്ലാഹു നിന്നെ നാണം കെടുത്തുകയാ. നിനക്കൊരു വിലയും അല്ലാഹു നൽകൂല, അല്ലാഹു നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ